ഇന്നത്തെ റെസിപ്പി കാബേജ് കോഫ്തയാണ്. കോഫ്ത നമുക്ക് പലതുകൊണ്ട് നമുക്ക് കോഫ്ത ഉണ്ടാക്കാൻ പറ്റും. മലായി കോഫ്ത, വെജിറ്റബിൾ കോഫ്ത, ബനാനയുടെ കോഫ്ത, അങ്ങനെ പലതരത്തിൽ നമ്മൾ കോഫ്ത ഉണ്ടാക്കും. ഇവിടെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാബേജിൻ്റെ കോഫ്തയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 4 കപ്പ് കാബേജാണ്. 4 കപ്പ് കാബേജ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ്, ഒനിയൻ. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചേർക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കടലമാവാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 4 ടേബിൾ സ്പൂണോളം കടലമാവ് വെള്ളത്തേക്ക് ചേർത്ത് കൊടുത്ത് പതുക്കെ നമ്മളെല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കരുത്. പതുക്കെ നമുക്കിത് ഇളക്കി നോക്കണം, എന്തുമാത്രം അതിലേക്ക് ആഡ് ആവുന്നുണ്ടെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഏകദേശം ഞാൻ ആദ്യം ഒരു 4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്ത് പതുക്കെ ഇളക്കിയതിന് ശേഷം പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം എനിക്ക് ചേർക്കേണ്ടി വന്നു. അതിനകത്ത് ഞാൻ ഇത്രയും ഈ 4 കപ്പ് കാബേജിന് ഞാൻ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുത്ത് പതുക്കെ നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കും. ഞാനിവിടെ ഒരു 1.25 ടീസ്പൂണാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാമേ. ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് എന്നിട്ട് അത് നമുക്കിതുപോലെ ഓരോ ചെറിയ ബോൾസായിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഇനി എത്രയുണ്ടോ നിങ്ങൾ എത്ര എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് എല്ലാത്തിൻ്റെയും ബോൾസ് ഉണ്ടാക്കി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഏകദേശം ചെറിയ കോഫ്തയായിട്ട് തന്നെ, നമുക്ക് ഒത്തിരി വലുതായി എടുക്കല്ല, ഏകദേശം ഒരു ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള കോഫ്ത നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കോഫ്തയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ചെറിയ തീയിൽ എണ്ണയ്ക്കകത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. ഓരോ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇവിടെ എല്ലാ കോഫ്തയും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഗരം മസാലയുടെ നമുക്ക് സിന്നമൺ സ്റ്റിക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂ, ബേലീഫ്, ജീരകം, ഏലക്ക ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെളുത്തുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് പേസ്റ്റായിട്ട് അരച്ച് വേണം ചേർക്കാൻ. ഞാൻ ഇവിടെ ചതച്ചതാണ് ചേർത്തിരിക്കുന്നത്, ചതച്ച് കൊടുത്തിട്ട് ആണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ഒനിയനും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി നമുക്കത് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ നിറം ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം കേട്ടോ. ചെറിയ തീയിൽ വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്, ഒത്തിരി ധൃതി വെക്കല്. പെട്ടെന്നൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കല്. നമ്മൾ കോഫ്ത ഉണ്ടാക്കിയപ്പോഴും അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. എല്ലാ ഉള്ളിയൊക്കെ ഒന്ന് ഒരു നിറം മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടൊമാറ്റോ പ്യൂരിയാക്കിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ടൊമാറ്റോയുടെ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് അതിലേക്ക് നമുക്ക് എണ്ണ തെളിയുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. അതിനിടയ്ക്ക് നമുക്കിതിലേക്ക് മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി മസാല കൂടെ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഗ്രേവി നമുക്ക് വേണ്ട അനുസരിച്ച് തിക്കാക്കണമല്ലോ. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു.
വീണ്ടും അതിലേക്ക് മുളക് പൊടി ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ എരിയുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കും. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് പച്ചമണമൊക്കെ ഒന്ന് മാറി മസാലയിൽ നിന്ന് എണ്ണ തെളിയുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കളറൊക്കെ നല്ലൊരു കളറായി മാറും. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ? നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ തിളപ്പിച്ച വെള്ളമാണ്, ചൂടാക്കിയ വെള്ളം. തിളപ്പിക്കണമെന്നില്ല, ചൂടായ വെള്ളം ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. 1 കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി എങ്ങനെ വേണമെന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര മസാലയൊക്കെ നിങ്ങൾ എടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കസൂരി മേത്തിയാണ് ചേർക്കേണ്ടത്. കസൂരി മേത്തി തവയിലോ ഏതെങ്കിലും ഒരു പാനിലോ വെച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോഫ്ത നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ടും ഉണ്ടാക്കിയ മുഴുവൻ കോഫ്തയും വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കാൻ നേരത്ത് എടുക്കുമ്പോൾ ഒരു ബൗളിലേക്ക് കോഫ്ത എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഗ്രേവി ഒഴിച്ച് വേണമെങ്കിലും സെർവ് ചെയ്യാം. അത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ലൊരു കറിയാണ്. ചപ്പാത്തിക്കും ജീര റൈസ്, വെജിറ്റബിൾ പുലാവ് ഇങ്ങനെയുള്ള എല്ലാത്തിനും നമുക്കിത് കഴിക്കാൻ പറ്റിയൊരു കറി തന്നെയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇനി വീണ്ടും ഒരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.